നമുക്ക് കണ്ണൂരിൽ നിന്ന് തുടങ്ങാം. കണ്ണൂരിലാണ് നമ്മുടെ ആദ്യ മണ്ഡലം. കണ്ണൂരിൽ നമുക്കിപ്പോൾ ചിത്രം വളരെ വ്യക്തമാണ് ആരൊക്കെയാണ് മത്സരിക്കുന്നതെന്ന് സംബന്ധിച്ച്. പൊതുവെ UDF അനുകൂല മണ്ഡലമാണ് കണ്ണൂർ എന്നത് നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PK ശ്രീമതി ജയിച്ച് അവിടെ സിറ്റിംഗ് MP ആയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലം ധർമ്മടം ഉൾപ്പെടുന്ന ലോക്സഭാ സീറ്റാണത് എന്ന കാര്യം നമുക്കറിയാം. PK ശ്രീമതി 2014 4,27,622 വോട്ടുകൾ നേടിയതാണ്. K സുധാകരൻ 3,51,209 വോട്ടുകൾ. BJPക്ക് അവിടെ 51,636 വോട്ടുകൾ ഉണ്ടായിരുന്നു. 2014 76,413 ക്ഷമിക്കണം 6,566 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ഇത് 2014 ഫലം ഉള്ളത്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെയും നമുക്കറിയാം. PK ശ്രീമതിയും K സുധാകരനും തന്നെ അവിടെ പരസ്പരം മത്സരിക്കുകയാണ്. PK ശ്രീമതി സിറ്റിംഗ് MP ആണ്. പ്രവർത്തകർക്കിടയിൽ CPM പ്രവർത്തകർക്കിടയിൽ നല്ല സ്വാധീനമുള്ള നേതാവ്, മുൻ മന്ത്രി എന്ന നിലക്കുള്ള പ്രവർത്തന പരിചയമൊക്കെ അവർക്കുണ്ട്. CPMൻ്റെ സംഘടനാ സംവിധാനമാണ് അവർക്ക് പോസിറ്റീവായിട്ട് വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. രാജീവ്, നമുക്ക് ഓരോ കാര്യങ്ങളിൽ മുഴുവൻ പറഞ്ഞു തീർക്കാതെ ഓരോ കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് പോകാം. K സുധാകരൻ്റെ കാര്യത്തിലാണെങ്കിൽ കണ്ണൂർ കോൺഗ്രസിലെ അവസാന വാക്കാണത്. അത്രയും ശക്തനായ നേതാവിനെയാണ് PK ശ്രീമതി ഇത്തവണയും നേരിടുന്നത് എന്ന കാര്യം നമുക്ക് മുന്നിലുണ്ട്. കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്നത് പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തേത്. ശബരിമല വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് അദ്ദേഹത്തിന് അനുകൂലമായി വരുമെന്ന് K സുധാകരനും അദ്ദേഹത്തിൻ്റെ അനുയായികളും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമാകെ തന്നെയും വിശ്വസിക്കുന്നു. BJPക്ക് വേണ്ടി മത്സരിക്കുന്നത് BJPയുടെ സംസ്ഥാനത്തെ തന്നെ മുതിർന്ന നേതാവ്, മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭനാണ്. BJPക്കകത്തെ പ്രവർത്തകർക്കിടയിലൊക്കെയുള്ള സ്വാധീനം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. പാർട്ടിയുടെ ഒന്നാം നിര നേതാവാണ്, പ്രത്യേകിച്ചും കണ്ണൂരിൽ തന്നെയുള്ള തുടക്കകാലം മുതലുള്ള നേതാവാണ്. ആ തരത്തിലുള്ള ഒരു സ്വാധീനവും ശക്തിയും അദ്ദേഹത്തിനുണ്ട്. കണ്ണൂരിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ചും ഈ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടെ CK പത്മനാഭന് അനുകൂലമായിട്ട് വരും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് പരമാവധി സമാഹരിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് BJP നേതൃത്വം വിചാരിക്കുന്നത്. ഇപ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. PK ശ്രീമതിയും K സുധാകരനും CK പത്മനാഭനും ഓരോ മുന്നണിയിലെയും ഏറ്റവും ശക്തരായിട്ടുള്ള നേതാക്കൾ മത്സരിക്കുന്ന കണ്ണൂർ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ഇടമാണ്. രാജീവ്, ഏത് നിരക്ക് കാണണം? നല്ല മാറ്റമുണ്ടാകും ഇത്തവണ എന്നതാണ് കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രതീക്ഷ. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരിവിടെ മത്സരിക്കുമെങ്കിൽ അതടക്കമുണ്ടാക്കുന്ന ഒരു കോൺഗ്രസ് അനുകൂല ഇളക്കവും എന്താണ് ഉണ്ടാവുക? രാഹുൽ ഗാന്ധിയുടെ കാര്യം മാറ്റിവെച്ചാൽ തന്നെയും കണ്ണൂരിൽ ഇത്തവണ അതിശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും നടക്കുക. K സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ മത്സരിച്ചു, അതും തോറ്റു. K സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ രാഷ്ട്രീയത്തിൽ തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു മേധാവിത്വം നിലനിർത്തണമെങ്കിൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചേ പറ്റുള്ളൂ. അത് K സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയമായ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എന്നാൽ CPMനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ കണ്ണൂർ എന്ന് പറയുമ്പോൾ എല്ലാവരും CPMുമായിട്ട് ചേർത്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കണ്ണൂർ CPMൻ്റെ കോട്ടയാണ് എന്നൊക്കെ പറയുമ്പോഴും ലോക്സഭാ മണ്ഡലം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. കൂടുതലും UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച ഒരു മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. പ്രത്യേകിച്ചും മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടർച്ചയായി പലതവണ ജയിച്ച മണ്ഡലം. പിന്നീട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 തവണ തോക്കുന്നു. അതിനുശേഷം K സുധാകരൻ മണ്ഡലം വീണ്ടും തിരിച്ചു പിടിക്കുന്നു. ഇതിന് ശേഷമാണ് ഇപ്പോൾ K സുധാകരനും PK ശ്രീമതിയും അവരുടെ കഴിഞ്ഞ തവണത്തെ പോരാട്ടം വീണ്ടും ആവർത്തിക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. കണ്ണൂരിൽ ഒരു പ്രവചനാതീതമായ മത്സരത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറയാം. പക്ഷേ CPM അതിൻ്റെ സർവ്വശക്തിയും, സംഘടനാപരമായ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ മണ്ഡലം നിലനിർത്താനുള്ള ശ്രമമാണ്. എന്നാൽ K സുധാകരൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണൂരിലെ ആ ഒരു നിയന്ത്രണവും, അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിക്ക് മേലുള്ള നിയന്ത്രണവും അദ്ദേഹത്തിൻ്റെ ശക്തിയും ഒക്കെ ഉപയോഗിച്ച് അതിനെ എതിരിടാനും വീണ്ടും പാർലമെന്ററി രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമവും നടത്തുന്ന ഇത് തമ്മിലുള്ള പോരാട്ടമായിരിക്കും കണ്ണൂരിൽ. രാജീവ് പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ ചേർക്കണം. കണ്ണൂരിൽ ഇപ്പോൾ രാജീവ് പറഞ്ഞതുപോലെ സുധാകരൻ്റെ ജീവൻ മരണ പോരാട്ടമാണ് K സുധാകരൻ്റെ. അവിടെ K സുധാകരൻ്റെ ജീവൻ മരണ പോരാട്ടമാണെന്ന് K സുധാകരനെ പാർട്ടിക്കുള്ളിൽ എതിർക്കുന്നവർക്കും അറിയാം. കഴിഞ്ഞ 2 തവണ, അതായത് ലോക്സഭയിലും ഉദുമയിലും K സുധാകരൻ തോറ്റത് കോൺഗ്രസിന് ലഭിച്ച വോട്ട് കുറഞ്ഞത് കൊണ്ടാണെങ്കിലും അത് സുധാകരനെ കോൺഗ്രസ്സുകാർ തന്നെ ഒരു പാലം വലിച്ചുകൊണ്ടാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു ശക്തമായി. അതുകൊണ്ട് തന്നെ K സുധാകരനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ്സുകാർ, കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി K സുധാകരന് പിന്നിൽ ഇറങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഫാക്ടർ വരാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി ഫാക്ടർ അവിടെ എത്തുകയാണ് എങ്കിൽ പാർട്ടിക്കുള്ളിൽ പിന്നെ ഒരു ചോദ്യം ഉണ്ടാവില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങാൻ തന്നെയാണ്. അതാണ് അവിടെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, കണ്ണൂരിലെ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ
ഈ പറയുന്ന തൊട്ടടുത്ത മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വരുന്നുണ്ട് എന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കപ്പെടുകയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ പോലും. പക്ഷേ കണ്ണൂരിൽ സിറ്റിംഗ് എം പിക്ക് അത്ര എളുപ്പമായിട്ടുള്ള പോരാട്ടമല്ല എന്ന കാര്യമെങ്കിലും ഇത്തവണ ഇപ്പോൾ തന്നെയും വ്യക്തമാണല്ലോ അല്ലേ? ഒരു വിജയം നേടാൻ മാത്രമുള്ള ശേഷി കെ സുധാകരന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രത്തോളമുണ്ട് ആ മണ്ഡലത്തിൽ? നേരത്തെ രാജു പറഞ്ഞല്ലോ, ഈ കണ്ണൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം അത് ഇടതുപക്ഷത്തിനോ CPM-നോ തീറെഴുതി കൊടുത്തിട്ടുള്ള സ്ഥലമല്ല. അവിടെ മുല്ലപ്പള്ളി ജയിച്ചിട്ടുണ്ട്, സുധാകരൻ ജയിച്ചിട്ടുണ്ട്, അങ്ങനെ അതിനൊരു ചരിത്രമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം കഴിഞ്ഞ തവണയും വളരെ നിസ്സാരമായ വോട്ടിന്, ഒരു പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിസ്സാരമായ ഒരു വോട്ടിനാണ് സുധാകരനോട് മത്സരിക്കുന്നത്. ഇത് സുധാകരൻ്റെ രാഷ്ട്രീയമായ ഒരു നിലനിൽപ്പിൻ്റെ മാത്രം ഒരു മത്സരമല്ല. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കൊലപാതക രാഷ്ട്രീയമാണ്. ഇത് കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ CPM-നെ മാത്രം നടത്തുന്ന കാര്യമില്ല. CPM പ്രതികളായ ധാരാളം കേസുകളുണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് കോൺഗ്രസും CPM-ഉം തമ്മിലായിരുന്നു തർക്കം. അതിനുശേഷം CPM-ഉം RSS BJP സംഘവുമായി ഇരുവശത്തും ഇവർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നമുക്കറിയാം കണ്ണൂർ എപ്പോഴും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ കൃപേഷിൻ്റെ, ശരത് ലാലിൻ്റെ, ഷൂഹൈബിൻ്റെ ഇവരുടെയൊക്കെ ചെറുപ്പക്കാരായ 3 ചെറുപ്പക്കാർ അവരൊക്കെ അവരവരുടെ സ്ഥലങ്ങളിൽ വളരെ പ്രതീക്ഷ ഉണർത്തിയ പൊതുജന പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ അവരുടെ മരണം അതുണ്ടാക്കുന്ന വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു സമരത്തിന് കേരളം മുഴുവൻ അവർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് ഈ കൊലപാതക രാഷ്ട്രീയം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട്, ഒരു സംസ്ഥാന വിഷയമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ പരാജയത്തിനൊപ്പം തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊലപാതക രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജയിക്കാനുള്ളൂ, UDF-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജയിക്കുക എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. അവിടെ നമ്മളിവിടെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി വന്നാൽ ആ ഒരു ഫാക്ടർ അവിടെ തീർച്ചയായും പ്രധാനപ്പെട്ടതായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ രാഹുൽ വരുന്നില്ലെങ്കിൽ തന്നെ ശ്രീമതി ടീച്ചറെ എതിരിടാൻ പറ്റിയ ഒരു നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ആ ധർമ്മം നിറവേറ്റുമെന്ന് UDF പറയുന്നു. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എതിർക്കുന്ന കോൺഗ്രസിലെ തന്നെ ആളുകളും ശക്തികളും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവിടെ ഒരു കടുത്ത മത്സരം. പിന്നെ 5 വർഷത്തെ ശ്രീമതി ടീച്ചറുടെ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ഉള്ള പ്രകടനവും അവിടെ വിലയിരുത്തും. അവരെന്തൊക്കെ ചെയ്തു എന്നുള്ള ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ അവർ ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ എത്രത്തോളം വിജയമായിരുന്നു പരാജയമായിരുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ചർച്ചാ വിഷയമായി വിലയിരുത്തപ്പെടും. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ളൊരു വളരെ കടുത്ത മത്സരം നമുക്കവിടെ പ്രതീക്ഷിക്കാം. രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അല്പായവുണ്ടാവും. UDF-ന് ഒരു ചെറിയ മേൽക്കൈ, ഞാൻ പറയുന്നത് LDF-നേക്കാൾ മുകളിലേക്ക് എത്തുന്നു എന്നുള്ളതല്ല, ഇന്നത്തെ UDF-ന്റെ അവസ്ഥയിൽ നിന്ന് അവർക്കൊരു അനുകൂലമായ ഒരു ഘടകം, ഒരു മേൽക്കൈ ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ NP ചേക്കുട്ടി കോഴിക്കോടാണ്. ശ്രീ NP ചേക്കുട്ടി, അവിടെ PK ശ്രീമതിക്ക് സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നത് ദുഷ്കരമാകുമോ ഇത്തവണ? എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ കെ സുധാകരൻ അതിശക്തനായുള്ള നേതാവാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടെ ഈ അക്രമ രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ അവിടെ ഈ തെരഞ്ഞെടുപ്പുകളിൽ എത്രത്തോളമാണ് വോട്ട് CPM-ന് കുറക്കുക എന്ന കാര്യത്തിൽ നമുക്ക് മുന്നിൽ തെളിവുകൾ അധികമില്ല. എങ്കിൽ തന്നെയും ഇപ്പോഴത്തെ മറ്റെല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും പരിഗണിക്കുകയാണെങ്കിൽ PK ശ്രീമതിക്ക് സിറ്റിംഗ് സീറ്റ് നിലനിർത്താതിരിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ട് എന്ന് താങ്കളും പറയുമോ? എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ മാത്രമല്ല മലബാറിൽ പൊതുവെ തന്നെ ഇടതുപക്ഷത്തിന് ചില ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നേരത്തെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഏറ്റവും ശക്തമായിട്ട് നിലനിന്ന സാമൂഹിക വിഭാഗങ്ങളിൽ അതിലേറ്റവും കൂടുതൽ പിന്തുണ അവർക്ക് നൽകിയത് എനിക്ക് തോന്നുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ആഴത്തിലുള്ള ഒരു ചലനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും അവസാനമായിട്ട് വന്നത് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ടിയാണ്. അവർ കഴിഞ്ഞ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി അവരുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ പരസ്യമായിട്ട് അവർ നൽകിയിരുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന നിലയിലും പിന്നീട് വെൽഫെയർ എന്ന നിലയിലും നൽകിയിരുന്നത് ഇടതുപക്ഷത്തിനായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അവർ പരസ്യമായൊരു പത്രസമ്മേളനം നടത്തിയിട്ട് തങ്ങളുടെ നിലപാട് UDF-ന് അനുകൂലമാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷനാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില ദിശാമാറ്റങ്ങളുടെ സൂചകമായിട്ടാണ് അതിനെ കാണേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം.
എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന സമീപകാലത്തെ കൊലപാതകങ്ങളിൽ ഏറ്റവും വലിയ വിക്ടിംസ് ആയിട്ട് വന്നിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സാണ്. അത് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ വളരെ ശക്തരായിട്ടുള്ള കരുത്തരായിട്ടുള്ള യുവജന നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ, അതിൽ തന്നെ ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന കാന്തപുരം സുന്നിയുടെ പ്രവർത്തകനായിട്ടുള്ള ഷുഹൈബിനെ അടക്കം വെട്ടിക്കൊന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊലപാതക രാഷ്ട്രീയം ഒരു തരത്തിലുള്ള ഒരു വിവേചനവുമില്ലാതെ ഏകപക്ഷീയമായിട്ട് ആരെയും കൊല്ലുന്ന വീഴ്ത്തുക എന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഈ ജനവിഭാഗങ്ങൾക്കിടയിൽ തന്നെ വലിയ തോതിൽ ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു പോകാനൊരു പ്രവണത വന്നിട്ടുണ്ട്. ഇടതുപക്ഷം നേരത്തെ ഉന്നയിച്ചിരുന്ന ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വായ്ത്താരികൾ അതൊന്നും അത്ര ശക്തമായിട്ട് ഇന്ന് യേശുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കാര്യങ്ങൾക്ക് പുറമെ പൊതുവിൽ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1.5-2 വർഷത്തിനിടയിൽ അപ്പോൾ ഈ സർക്കാരിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ഒരുപാട് പരാതികളുണ്ട്. അതിലേറ്റവും വലിയ വിഷയം പിന്നെ ഈ ഫ്ലഡിന് ശേഷം ഉണ്ടായിരിക്കുന്ന പുനർനിർമ്മാണവുമായിട്ട് സത്യത്തിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടക്കുന്നില്ല. ഇതെല്ലാം തന്നെ വലിയ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ആ സാഹചര്യങ്ങളിൽ കണ്ണൂരിൽ ശ്രീമതി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചുവരവ് അത്ര എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ശ്രീ KJ ജേക്കബ്, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ആദ്യ ഭാഗത്ത് വിശദീകരിച്ച ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെടുക, അക്രമ രാഷ്ട്രീയം എന്നതിനോട് പൊതുവെയുള്ള ജനത്തിൻ്റെ വിരോധം, വിദ്വേഷം എന്നതിനകത്തേക്ക് ഈ ന്യൂനപക്ഷങ്ങൾക്കൊന്നുകൂടെ അതിനോടൊരു ശത്രുത തോന്നാൻ, ആ കൊലപാതക രാഷ്ട്രീയം പോലുള്ള ശരിയല്ലാത്ത കാര്യങ്ങളിൽ അങ്ങേയറ്റം ഹിംസാത്മകമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളോടുള്ള വിദ്വേഷം ന്യൂനപക്ഷങ്ങൾക്കാകെ ഒന്നുകൂടെ കൂടാനുള്ള കാരണം ഈ ചെറുപ്പക്കാരുടെ കൊലപാതകമാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഇത് ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഒരു മറിച്ചുള്ള ജനവിധി ഉണ്ടാക്കാൻ, നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിധി ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണോ? ജനവിധി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നതിൻ്റെ അകത്തൊരു ലോജിക്കില്ല. പക്ഷേ ശ്രീ ചേക്കുട്ടി പറഞ്ഞ മിക്കവാറും കാര്യങ്ങളോട് എനിക്ക് എതിർപ്പാണുള്ളത്. കാരണം മുസ്ലിങ്ങളെ പ്രത്യേകമായിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ കണ്ണൂർ ജില്ലയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കൊല്ലുന്നു എന്നൊരു സിസ്റ്റം ഒന്നും ഇല്ല. അത് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ആ വിവരം കിട്ടിയത് എന്നെനിക്കറിയില്ല. ഇപ്പോൾ അവസാനം കൊല്ലപ്പെട്ട 2 ആൾക്കാർ ഹിന്ദുക്കളാണ്. അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് പറഞ്ഞാൽ ഷുഹൈബിൻ്റെ കൊലപാതകം ഒരു വിഷയമാണ്. ഷുക്കൂറിൻ്റെ കൊലപാതകമൊക്കെ അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 1,02,000 വോട്ടിന് ഇടതുപക്ഷ മുന്നണി ലീഡ് ചെയ്യുകയാണ്. നമ്മൾ ആ 7 നിയോജകമണ്ഡലം കണക്കാക്കിയാൽ 1,00,000 ചില്ലധികം വോട്ടിന് ഇടതുപക്ഷ മുന്നണി മുമ്പിട്ട് നിൽക്കുന്നുണ്ട്. അത് മുസ്ലിങ്ങൾ കൂടി വോട്ട് ചെയ്തിട്ടാണ്. ആ നമ്മൾ വളരെ വളരെ ശ്രീ ചേക്കുട്ടിയെ പോലുള്ള ഒരാൾ പിന്നെ കണ്ണൂരിൽ ഫ്ലഡ് റിലീഫ് കുറഞ്ഞതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇടതുപക്ഷ മുന്നണി നാട്ടുകാർ വോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കണ്ണൂർ നമ്മൾ അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധിയുടെ വരവ് ഡെഫിനറ്റ്ലി അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം അത് കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി സഹായിക്കും. കോൺഗ്രസിൻ്റെ അവസാനത്തെ വോട്ടും പോളിയാൻ അത് സഹായിക്കും. അതല്ലാതെ നമ്മളൊരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇപ്രാവശ്യം മതന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കണം. ആ കാര്യത്തിൽ സംശയം വേണ്ട. അതിൽ ഞാൻ ഇത്രയും കാലം കരുതിയിരുന്നത്, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോഴൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നത് മതന്യൂനപക്ഷങ്ങളുടെ ആദ്യത്തെ ചോയ്സ് UDF തന്നെയാണെന്നുള്ളതാണ്, കോൺഗ്രസ് തന്നെയാണെന്നുള്ളതാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇന്ത്യയിൽ അത് കേരളത്തിൽ UDF എന്തെങ്കിലും പ്രത്യേകം ചെയ്തുകൊണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് 3 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPയെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സാണ് തങ്ങൾ എന്ന് കോൺഗ്രസ് തെളിയിച്ചു. അവർ ദേ ആർ ബാക്ക് ഇൻ ദ റേസ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് BJPയെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു ഫോഴ്സാണ് കോൺഗ്രസ് എന്ന് സ്വയം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വോട്ട് ചെയ്യുക എന്നുള്ളത് ന്യൂനപക്ഷങ്ങളുടെ വളരെ സ്വാഭാവികമായിട്ടൊരു ചോയ്സാണ്. പക്ഷേ അതില്ലാതാക്കിയത് UDF തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും RSSനെ നേരിടുന്ന കാര്യത്തിൽ, BJPയെ നേരിടുന്ന കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എത്രത്തോളം കമ്മിറ്റഡ് ആണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ടോം വടക്കനും KV തോമസും KC വേണുഗോപാലൊക്കെ കൂടെ കേരളത്തിലെ ജനങ്ങളുടെ തന്നിട്ട് കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളാണിത്. അതായത് ഇന്നലെ ഇപ്പം ശ്രീ PJ കുര്യൻ BJP പോകുന്ന ഒരു ദിവസം മുഴുവൻ അഭിമുഖം കഴിഞ്ഞു. പത്തനംതിട്ടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഈ ചോദ്യം അസംബന്ധമാണെന്ന്. സത്യത്തിൽ ഓരോ കോൺഗ്രസ്സുകാരനും നേരിടുന്ന ഒരു പ്രശ്നമാണിത്. നിങ്ങൾ BJP പോവുമോ എന്നുള്ള ചോദ്യം. ഇന്നലെ ശ്രീ കുര്യൻ പറഞ്ഞതുപോലെ എന്ത് അസംബന്ധമാണ് ഇത് എന്ന് ചോദിക്കാൻ കോൺഗ്രസ്സുകാർ നമ്മുടെ നാട്ടിൽ അധികം ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു കാരണം കൊണ്ടാണ്, അതായത് എത്ര കോൺഗ്രസ്സുകാർ
തെരഞ്ഞെടുക്കപ്പെട്ടാൽ അല്ലെങ്കിൽ എത്ര കോൺഗ്രസ്സുകാർ അവരുടെ രാഷ്ട്രീയത്തിൽ RSSനെ പ്രതിരോധിക്കാൻ BJP പ്രതിരോധിക്കാൻ ഉണ്ടാകും എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ അധികം കോൺഗ്രസ്സുകാർക്കില്ല എന്നുള്ള കാര്യം മതന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും കാരണവശാൽ ഇടതുപക്ഷം അവരുടെ ഒരു ചോയ്സ് ആയിട്ട് മാറുക. അതല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകം അവരിപ്പോൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് അല്ല. ആ UDF ആയിരുന്നു, കോൺഗ്രസ് ആയിരുന്നു അവരുടെ ചോയ്സ് എന്നുള്ള നിലയിൽ നിന്നും LDF ഒരു ചോയ്സായി മാറ്റിയത് UDF തന്നെയാണ്. അതിലെന്താണ് വ്യത്യാസം രാഹുൽ ഗാന്ധി വരുത്താൻ പോകുന്നത് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,00,000-ലധികം വോട്ടിനും ഇടതുമുന്നണിയുടെ മുന്നിൽ നിന്നൊരു മണ്ഡലത്തിൽ അതിന് പ്രധാന കാരണക്കാരായ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റും എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും കണ്ണൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. അതാണ് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഈ പറഞ്ഞ നമ്മളിപ്പോൾ വിരുദ്ധമായ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. കണ്ണൂർ മണ്ഡലത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് നീങ്ങിയതെങ്കിലും പൊതുവിൽ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റ് 9 മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഇതിന് അകത്ത് തന്നെയും വന്നിട്ടുണ്ട്. അദ്ദേഹം ശ്രീ KJ ജേക്കബ് പറഞ്ഞു നിർത്തിയ എതിരഭിപ്രായത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ണൂർ എന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം LDFിനുണ്ടായിട്ടുള്ള മണ്ഡലമാണ്. ഞാനൊന്ന് വളരെ പെട്ടെന്ന് ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകളിലേക്ക് പോകാം. തളിപ്പറമ്പിൽ LDF ലീഡ് ചെയ്തു 40,617 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. അഴീക്കോട് UDF ആയിരുന്നു, 2,287 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. കണ്ണൂർ LDFന് 1,196 വോട്ടുകളുടെ ലീഡ്. ഇരിക്കൂർ UDFന് 9,647 വോട്ടുകളുടെ ലീഡ്. ധർമ്മടം, മട്ടന്നൂർ എന്നിവിടങ്ങളിൽ LDFനാണ്. ധർമ്മടത്ത് 36,905 വോട്ട്, മട്ടന്നൂരിൽ 43,381. പേരാവൂരിൽ UDFന് 7,989 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. 1,02,2176 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷം ഈ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ആകെ സമാഹരിച്ചയിടമാണ് കണ്ണൂർ. ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ KJ ജേക്കബ് പറഞ്ഞു നിർത്തിയ ഈ ദേശീയ സാഹചര്യം എന്നതിനെ പരിഗണിച്ചായിരിക്കും വോട്ട് ചെയ്യപ്പെടുക എങ്കിൽ സുധാകരന് ഒരു പ്രചാരണ രംഗത്തൊക്കെ ഇളക്കമുണ്ടാക്കാൻ സാധിക്കുമെന്നല്ലാതെ വിജയത്തിലേക്ക് എത്താൻ എത്രത്തോളം സാധ്യത നമ്മളിപ്പോൾ കാണണം. ഇവിടെ ചേക്കുട്ടി മുസ്ലിം വോട്ടിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സമീപനത്തിൽ വന്നിരിക്കുന്നതിൻ്റെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ അത്ര ആളല്ല. കാരണം വെറുതെ വൈൽഡായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പാനലിൽ തന്നെ ഒരുപക്ഷെ ചേക്കുട്ടിയോ സനീഷോ ആയിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പരിചയം കൊണ്ട് ആ സ്ഥലവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ. സനീഷും ആ ഭാഗത്തുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ആയിരിക്കും അത്. ഞാനതിലേക്ക് ആ ഒരു തർക്കത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്ന ഒരു വാദം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ, അത് കണ്ണൂരിലെ മാത്രമല്ല കേട്ടോ, നമ്മളതിനെ കേരളത്തിലെ മുഴുവൻ ഒരു സമീപനമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെങ്കിൽ അത് എന്തുകൊണ്ടാണ് UDFനും കോൺഗ്രസിനും എതിരാകുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ പറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ ഭരണം തിരിച്ചു പിടിച്ചുകൊണ്ട് RSSനും BJPക്കും എതിരായിട്ട് ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ശക്തിയാണ് കോൺഗ്രസ് എന്ന് തെളിയിച്ച ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കുന്നതിന് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് കോലീബി സഖ്യം RSSലേക്ക് പോകും, BJPയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങൾ വരാറുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിനുശേഷം ഇവിടെ എന്ത് സംഭവിച്ചു? PJ കുര്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണോ എന്നറിയത്തില്ല. PJ കുര്യൻ ഇതിനു മുമ്പ് മിസോറാം ഗവർണർഷിപ്പ് വാഗ്ദാനം ചെയ്തതാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയോട് സഹകരിക്കുമെങ്കിൽ BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെങ്കിൽ മിസോറാം ഗവർണർഷിപ്പ് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്താണ്. അദ്ദേഹം നിരസിക്കാനുണ്ടായത്. അപ്പോൾ ഇവിടെ ടോം വടക്കൻ എന്ന് പറയുന്ന ഒരാൾ വ്യക്തി, നമുക്കറിയാം ടോം വടക്കൻ ആരായിരുന്നു. ഈ പാനലിലുള്ള എല്ലാവർക്കും അറിയാം. ശ്രീലാലിന് കൂടുതൽ നന്നായിട്ട് അറിയാം ഹൂ ഈസ് ടോം വടക്കൻ എന്നുള്ളത്. അപ്പോൾ ഈ ടോം വടക്കൻ BJPയിലേക്ക് പോയതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ച് വലിയ സംശയങ്ങളുണ്ടാകുന്നു. KV തോമസിന് സീറ്റ് നഷ്ടപ്പെടുമ്പോൾ താങ്കൾ BJPയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായ ഉത്തരം പറഞ്ഞില്ലത്രേ. അതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു പോയാലും പിന്നെ ഇവിടുന്ന് പോകുന്നവരൊക്കെ BJP ആകും കോൺഗ്രസ്. ഇവിടുന്ന് ആരാ BJPയിലേക്കോ കോൺഗ്രസിലേക്കോ പോയിട്ടുള്ളത്? ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ കാലത്ത് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കും CPMൽ നിന്ന് CPMൻ്റെ ഒരു ബംഗാളിലെ സംസ്ഥാന കമ്മിറ്റി അംഗം നിലവിലെ ഒരു MLA ആണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പറഞ്ഞത്. ഇതൊക്കെ ഒരു അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനങ്ങൾ എന്നല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന കോൺഗ്രസ്സുകാരെല്ലാം മറ്റന്നാൾ BJP ആകും എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കർണാടകയിൽ ഗുജറാത്തിൽ ആളുകൾ പോകുന്നു. നമ്മൾ യെദ്യൂരപ്പയുടെ ഡയറിയൊക്കെ കാണുകയാണ് എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ
പെട്ടെന്നൊരു ഒരു ഒരു രക്ഷ എന്നുള്ള നിലയിൽ ഈ കോലീബി എന്ന് പറയുന്ന ഒരു ആക്ഷേപം കൊടുക്കുന്നത് അതെല്ലാം ഏത് തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP ഏത് തെരഞ്ഞെടുപ്പിന് മുമ്പും രാമജന്മഭൂമി രാമക്ഷേത്ര നിർമ്മാണം മുതലായ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് പോലെയാണ് ഇവിടെ എത്രയോ കാലമായിട്ട് ഞാൻ പല തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തപ്പോഴും അല്ല ഈ കോൺഗ്രസ് കോലീബി. അപ്പം അത് അവർക്ക് പറയാനുണ്ട്. 77-ൽ ജനസംഘവുമായി ചേർന്നതുകൊണ്ട് പിന്നെ പിണറായി വിജയനും പിന്നെ മാരാർക്ക് വേണ്ടി EMS പ്രസംഗിച്ചതൊക്കെ പറയേണ്ട അന്ന് ജനതാ പാർട്ടിയായിരുന്നു. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതെല്ലാം പരസ്പരം പറയാമെന്നല്ലാതെ ഇത് ഈ 2 or 3 ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഇൻസ്റ്റൻസസ് സംഭവങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ആളുകൾ ജയിച്ചു എന്നാൽ ഉണ്ടാകാവുന്ന മാറ്റത്തെക്കുറിച്ച് അവരുടെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ചൊരു സംശയം ഉണ്ടാക്കാനൊന്നും ഉള്ളൊരിതില്ല. ഇവിടെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ അടപടലെ വന്ന് UDFിന് വോട്ട് ചെയ്യുന്നൊന്നും ഞാൻ പറയത്തില്ല. UDFിന് കുറച്ച് വോട്ട് കിട്ടും, LDFിന് കുറച്ച് വോട്ട് കിട്ടും. ആർക്ക് കൂടുതൽ വോട്ട് കിട്ടും എന്നുള്ളത് വിജയത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അല്ലാതെ ഈ 2-3 ഇൻസ്റ്റൻസ് അല്ലെ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എല്ലാ ന്യൂനപക്ഷങ്ങളും വന്ന് LDFിന് വോട്ട് ചെയ്യുമെന്നൊന്നും വിചാരിക്കരുത്. ഇവിടെ CPM അതിന് ശ്രമിക്കുന്നുണ്ട്. CPM നമുക്കറിയാം മധ്യതിരുവിതാംകൂറിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. NSSന്റെ വോട്ട് അവർക്ക് വേണ്ട. നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് വരേണ്ടതുണ്ട് ഓരോ മണ്ഡലങ്ങളിലേക്ക് അടക്കം. ഞാൻ അതിന് മുമ്പ് ഒറ്റ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു കണ്ണൂരിലെ 1-2 മണ്ഡലം ഒഴികെല്ലാം LDF ആണ്. 1,00,000 ഭൂരിപക്ഷമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്ക്. കൊല്ലത്ത് MA ബേബി പോലൊരു നേതാവിനെതിരെ മത്സരിച്ച പ്രേമേന്ദ്രൻ അന്ന് 1-2 കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, പിന്നെ 1-2 സീറ്റുകളാണ് പിന്നെ അതെ ശരിയാണ് അവിടെ ജയിച്ചു കയറാൻ പറ്റി. കൊല്ലം പോലൊരു സ്ഥലത്ത് 1 സീറ്റ് മാത്രം UDF ജയിച്ചു കയറാൻ പറ്റി. പാർലമെന്റിലെ ജനങ്ങൾ കാണുന്നത് വേറെ കാണാം. അപ്പം അല്ലാതെ നിയമസഭയുടെ വോട്ട് വെച്ചുകൊണ്ട് അതിനെ പെട്ടെന്നൊരു വിലയിരുത്തലേക്ക്. അതുകൊണ്ട് ഞാൻ ശ്രീമതി ടീച്ചർ നോക്കുമെന്നോ സുധാകരൻ ജയിക്കുമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അതാണ് പ്രവചനാതീതമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. നമുക്ക് ഈ മണ്ഡലം കടന്നു പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഏതായാലും ഇങ്ങനെ വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു നിർത്തിയ ശരിയുമാണ്. നിയമസഭ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകൾ വെച്ച് മാത്രം എന്തെങ്കിലും പ്രവചനം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രവചനം നടത്താവുന്ന സാഹചര്യമില്ല. നിലവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ആരാണ് മുന്നിൽ എന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഈ പരിപാടിയുടെ ആകമാനമായിട്ടുള്ള ചോദ്യം. അതിൻ്റെ മേലാണ് ചർച്ച. അല്ലാതെ പ്രവചനം നടത്തുക നമുക്ക് എല്ലാവരും പറഞ്ഞതുപോലെ സാധ്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കണക്ക് വെച്ച് ഒരു കാര്യം തീർത്തു പറയുക എന്നത് സാധ്യമല്ല എന്ന അദ്ദേഹത്തിൻ്റെ പോയിന്റ് വ്യക്തവുമാണ്. രാജീവ്, നമുക്ക് ഇതിൽ ഒരു കാര്യം, ഇപ്പോൾ KJ ജേക്കബ് പറഞ്ഞൊരു പ്രശ്നം, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സംബന്ധിച്ച് NP ചെക്കുട്ടി പറഞ്ഞതിനോട് വിരുദ്ധമായ അഭിപ്രായം. ഇതിൽ കോൺഗ്രസ്സുകാർ ഇപ്പോൾ PJ കുര്യന് നേരെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ഉയരുന്നു? AK ആന്റണിക്കെതിരെ ഉയരുന്നില്ല, ഉമ്മൻചാണ്ടിക്കെതിരെ ഉയരുന്നില്ല, അങ്ങനെ ആർക്കുമെതിരെ ഉയരുന്നില്ല. PJ കുര്യനെതിരെയാണ് ഇത്തരത്തിൽ ഒരുപക്ഷെ പത്തനംതിട്ട എന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം അല്ലെങ്കിൽ മതസാമുദായിക സംഘടനകളുമായിട്ടുള്ള അദ്ദേഹത്തിനുള്ള ബന്ധം, ഇതൊക്കെ ആയിരിക്കാം ഇത്തരമൊരു സംശയം ഉണ്ടാക്കിയതൊക്കെ. ഏതായാലും പക്ഷേ ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു വിരുദ്ധത ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും ചില സംഘടനകൾ വന്ന് UDFിന് വേണ്ടി ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് മറ്റു സംഘടനകളിലായാലും മുസ്ലിം സമുദായത്തിലായാലും ചെറിയ തരത്തിലെങ്കിലും സ്വാധീനം മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ എതിർഭാഗത്തേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു സഹായകമാകും എന്നുള്ള കാര്യം ഒന്ന്. അത് NP ചെക്കുട്ടി ആദ്യം സൂചിപ്പിച്ചു. വെൽഫെയർ പാർട്ടി UDFിന് അനുകൂലമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. തീർച്ചയായും. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ കണ്ണൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഒരു കാര്യം ഈ കൊലപാതക രാഷ്ട്രീയം എന്നുള്ളത് തന്നെയാണ്. ഈ കാര്യത്തിൽ ഒന്ന് കൊലപാതക രാഷ്ട്രീയം, 2 അക്രമ രാഷ്ട്രീയം, പിന്നെ ഈ ആക്രമണോത്സുകമായ രാഷ്ട്രീയം, അഗ്രസീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് 3ലും വേണമെങ്കിൽ സുധാകരനെ CPMന് സൗകര്യം പോലെ പെടുത്താവുന്നതാണ്. കൊലപാതക രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ പെടുത്താം, അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ പെടുത്താം. ഇതിനു മുമ്പ് DCC ഓഫീസിൽ ബോംബുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് സുധാകരൻ. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയൊക്കെ നേരിടുന്ന കാര്യത്തിലായാലും പോലീസിനെ നേരിടുന്നതിലും, അതല്ല എങ്കിൽ സ്വന്തം DCC പ്രസിഡന്റിനെ ഓഫീസിൽ കയറ്റാതെ പുറത്തു നിർത്തുന്ന ഈ രീതിയിലുള്ള അഗ്രസീവ് പൊളിറ്റിക്സ്, ഇതിൽ ഏതിലും സുധാകരനെ CPMന് സൗകര്യം പോലെ പെടുത്താവുന്നതാണ്. എന്നാൽ വടകരയിൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ആരോപണത്തിനെതിരെയാവുന്ന P ജയരാജനെതിരെ നിൽക്കുന്ന കെ മുരളീധരന് ഇത്തരത്തിൽ ഒരു CPMന് ഇങ്ങനെ പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തുമ്പോഴും സുധാകരൻ അതിന്റെ മറ്റൊരു വശത്ത് നിൽക്കുകയാണ്. അതാണ് ഒരു അഗ്രസീവായിട്ടുള്ള ശരീരഭാഷയുള്ള ആൾ കൂടിയാണ്. അതായത് വ്യക്തിപരമായിട്ടാണ് P ജയരാജൻ അടക്കമുള്ളവർ ആക്ഷേപിക്കപ്പെടുന്നതെങ്കിൽ അതേ കാര്യം വേണമെങ്കിൽ CPM വോട്ടർമാർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവർത്തന ശൈലിയുള്ള ആളാണ് സുധാകരൻ. അതാണ് നമുക്കൊന്ന് ശ്രീലാൽ, നമുക്കിത് അവസാനിപ്പിക്കണം. ഈ മണ്ഡലം കടന്നു പോകണം. നമുക്ക് ഈ PK ശ്രീമതിയുടെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയപ്പോൾ അവിടെ എല്ലായിടത്തും കണ്ണൂരിൻ്റെ മേഖലകളിൽ ആകപ്പാടെ തന്നെയും കണ്ണൂരിൽ വരുത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ശ്രീമതി ടീച്ചറും പിണറായി വിജയൻ നിൽക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ, വലിയ ഫ്ലക്സ് ബോർഡുകൾ, അത് പിന്നീട് എടുത്തു മാറ്റിയെന്ന് കണ്ടു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു.
അപ്പോൾ അവിടെ ഈ നേട്ടങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. എത്രക്ക് മികച്ചതായിരിക്കും, ഏത് വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടും, സ്വാധീനിക്കപ്പെടും അവരുടെ പ്രവർത്തനങ്ങൾ? സനീഷ്, പാർലമെന്റിലെ സ്വാധീനം വെച്ചിട്ട്, പാർലമെന്റിലെ പ്രവർത്തനം വെച്ച് ഒരാൾക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ സുധാകരനായാലും ശ്രീമതി ആയാലും രണ്ട് ഏതാണ്ട് ഒരു തുലാസിൽ ഒരേപോലെ നിൽക്കുക തന്നെയാകും ഉണ്ടാവുക. ശ്രീമതി ടീച്ചറിൻ്റെ പാർലമെന്റിലെ പ്രകടനം വലിയ മെച്ചമൊന്നുമായിരുന്നില്ല. കെ സുധാകരൻ പാർലമെന്റ് ഉണ്ടായിരുന്നപ്പോഴും ചില ബഹളം വയ്ക്കലുകൾ, ചില ചോദ്യങ്ങൾ എഴുതി കൊടുക്കലിൻ്റെ അപ്പുറത്തേക്ക് വിഷയം ഉന്നയിച്ച് ഇടപെടുന്ന അങ്ങനെ ഒരു വലിയ ഒരു ഇടപെടലൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല, കഴിവിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് പാർലമെന്റിലെ പ്രവർത്തനം വെച്ചിട്ട് എന്തായാലും ഇതിൽ വിലയിരുത്തേണ്ട സാധ്യത. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തുല്യത നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ, പരസ്പരം ശക്തമായ പോരാട്ടം നടത്തുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ, അവർക്കിടയിലേക്ക് വരുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി CK പത്മനാഭനെയാണ് ഇത്തവണ BJP രംഗത്തിറക്കിയിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ തവണ BJPക്ക് 51,636 വോട്ടുകൾ വീണു. CK പത്മനാഭൻ വരുമ്പോൾ, അവരുടെ എണ്ണം പറഞ്ഞ നേതാക്കൾ ഒരാൾ വരുമ്പോൾ അത് കൂടുമോ കുറയുമോ, അതുകൂടി അറിഞ്ഞാൽ മാത്രമേ ഈ ആരുടെ വിജയം എന്നുള്ള സ്ഥാനത്തിൽ ഒരു അവസാന വാക്കുണ്ടാവുകയുള്ളൂ. BJPയുടെ വോട്ട് വളരെ നിർണായകമായിട്ടുള്ളതാണ്. നമുക്ക് പൂർണ്ണമായിട്ട് ആ കാര്യങ്ങളെ പരിശോധിച്ച് പോകാനുള്ള സമയം, ഇനിയും കൂടുതൽ സമയമെടുത്ത് പോകാനുള്ളതില്ല.